NCP അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള PC ചാക്കോയുടെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ വീണ്ടും പൊട്ടിത്തെറി. PC ചാക്കോ സംസ്ഥാന നേതൃത്വത്തിലേക്ക് തിരിച്ചു വരണമെന്നാവശ്യപ്പെട്ട എക്സിക്യൂട്ടീവ് അംഗത്തെ സ്ഥാനത്ത് നിന്ന് നീക്കി. അതേസമയം PC ചാക്കോയും താനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമമുണ്ടെന്ന് NCP അധ്യക്ഷൻ തോമസ് കെ തോമസ് 24നോട് പറഞ്ഞു. PC ചാക്കോയും എന്നെയും AK ശശീന്ദ്രനും കൂടെ ചേർത്തിട്ടാണ് ഒരു ഗോസിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർ വെളിയിൽ പോയവരൊക്കെ തിരിച്ചു വരുന്നു. അപ്പോൾ അവരൊക്കെ ഉദ്ദേശിക്കുന്ന സീറ്റുകളും കാര്യങ്ങളും കിട്ടാമെന്ന് കഴിയുമ്പോൾ അവരതിനുള്ള കാര്യങ്ങൾ ഗോസിപ്പുകൾ ഉണ്ടാക്കുന്നുള്ളതല്ലാതെ ഒരു പ്രസക്തിയുള്ള കാര്യമില്ല. ആരാ എന്താണെന്നുള്ള മനസ്സിലായതുകൊണ്ട് അടിയന്തരമായിട്ട് ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ട് വിശദീകരണം മേടിച്ചു കഴിഞ്ഞ് ശരിയല്ലെന്നുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും എയിം ചെയ്യുന്നത് PC ചാക്കോയും തോമസ് കെ തോമസുമായിട്ട് എന്തോ വിഷയമുണ്ട്, തെറ്റിദ്ധാരണയാണ്. PC ചാക്കോ എൻ്റെ ദേശീയ വർക്കിംഗ് പ്രസിഡൻ്റാണ്. അദ്ദേഹവുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. നേതൃമാറ്റത്തിനായി NCP സംസ്ഥാന ഘടകത്തിൽ വീണ്ടും തർക്കങ്ങൾ നടക്കുന്നുവെന്ന 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നടപടി. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. അശ്വിൻ, വിവരങ്ങൾ. PC ചാക്കോയെ NCPയുടെ സംസ്ഥാന ഘടകത്തിന്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് NCPയിൽ ഒരു വിഭാഗം മുറവിളി കൂട്ടുന്നുണ്ട്. അതിനിടെയാണ് ഇന്നലെ ഈ സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ആവശ്യം ശക്തമായി തന്നെ ഉയർത്തിക്കൊണ്ട് ഒരു സംസ്ഥാന നേതാവ് രംഗത്ത് വന്നത്. ആലപ്പുഴയുടെ മുൻ NCP ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന ആളാണ് ഇത്തരത്തിൽ പാർട്ടി ഗ്രൂപ്പിൽ തന്നെ ഔദ്യോഗികമായി പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും അത് പിന്നീട് ഒരു തർക്കത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തത്. അതിന് പിന്നാലെ ഈ സംഭവം പുറത്തു വരികയും നമ്മളത് ഇന്നലെ വാർത്തയാക്കുകയും ചെയ്തതാണ്. ആ സംഭവത്തിലാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ തോമസ് കെ തോമസ് ഒരു നടപടിക്ക് മുതിർന്നിരിക്കുന്നത്. തോമസ് കെ തോമസിനെതിരെ അടക്കം ശക്തമായി പ്രവർത്തിക്കുന്ന ആളാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ സന്ദേശം വിട്ട സാദത്ത് ഹമീദ് എന്നാണ് തോമസ് കെ തോമസ് പറയുന്നത്. അദ്ദേഹം ഒരു പണിയുമില്ലാതെ ഇതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു, ശക്തമായ നടപടി എടുക്കും. നിലവിൽ എക്സിക്യൂട്ടീവ് മെമ്പറാണ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ്. ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കിയിട്ടുണ്ട്. ഒപ്പം സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ഇതോടുകൂടി പുറത്താക്കി. വിശദീകരണം തേടിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് നിലവിലെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കാൻ മുതിർന്നത് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് വിശദീകരണം തേടിയിരിക്കുന്നത്. ആ നൽകുന്ന വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ സാദത്ത് ഹമീദിനെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കാനാണ് നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഒപ്പം താനും PC ചാക്കോയും തമ്മിൽ വലിയ തർക്കമാണ് പാർട്ടിക്കുള്ളിൽ എന്ന് വരുത്തി തീർക്കാനാണ് ഈ സാദത്ത് ഹമീദ് അടക്കമുള്ള ഒരു വിഭാഗം ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. തങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, വളരെ അടുത്ത സുഹൃത്തുക്കളും രാഷ്ട്രീയ സുഹൃത്തുക്കളുമൊക്കെയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയ ആളെയാണ് ഈ സംഭവത്തിന് പിന്നാലെ പുറത്താക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.